ഹലോ എല്ലാവർക്കും നമസ്കാരം. ഗർഭകാലത്ത് ഷുഗർ ഉണ്ടെന്ന് കേൾക്കുമ്പോഴേ, അതായത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആണെന്ന് അറിയുമ്പോഴേ പലർക്കും ഒരുതരം കുറ്റബോധവും ടെൻഷനുമൊക്കെയാണ്. പക്ഷേ ഇതിന് പിന്നിലെ ശരിക്കുള്ള കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ആ ഒരു മാനസിക ഭാരം മുഴുവനായിട്ട് ഇറക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ ശരി, നമുക്കിതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് സംസാരിച്ചാലോ? ദേ ഈ കാണുന്ന വാക്യം, ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യത്തിന്റെ എല്ലാം കാതൽ. ഇതങ്ങോട്ട് മനസ്സിലുറപ്പിച്ചോളൂ. നിങ്ങൾ ഒരുപാട് മധുരം കഴിച്ചതുകൊണ്ടോ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചതുകൊണ്ടോ വരുന്ന ഒന്നല്ല ഇത്. മറിച്ച് നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ സ്വാഭാവികമായി നടക്കുന്ന ചില മാറ്റങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഗർഭിണിയായിരിക്കുമ്പോൾ ഷുഗർ ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ളവരുടെ ഉപദേശം കേൾക്കാൻ വയ്യാതാവും, അല്ലേ? അയ്യോ, മധുരം ഒരുപാട് കഴിച്ചല്ലേ, ചോറ് കുറയ്ക്കാൻ ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാവും. ഇതൊക്കെ കേട്ട് വിഷമിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. പക്ഷേ ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇതിലൊരു കാര്യവുമില്ല. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇതിലെ യഥാർത്ഥ വില്ലൻ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമല്ല, മറിച്ച് നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഒരു തരം ബയോളജിക്കൽ ടഗ് ഓഫ് വാർ, അതായത് ഒരു വടംവലിയാണ്. ആരു തമ്മിൽ? നിങ്ങളുടെ പാൻക്രിയാസും നിങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന മറുപിള്ളയും തമ്മിൽ. ഓക്കെ, അപ്പോൾ നമുക്കിതിന് പിന്നിലുള്ള ബയോളജി എന്താണെന്ന് നോക്കാം. ഗർഭകാലത്ത് നിങ്ങളുടെ ശരീരത്തിലെ മിക്ക രാസമാറ്റങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു സൂപ്പർ പവറാണ് കുഞ്ഞിന്റെ മറുപിള്ള. ഈ പറയുന്ന വടംവലിക്ക് വിസിലടിക്കുന്നതും ഈ മറുപിള്ള തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് പറയാം, സാധാരണഗതിയിൽ നമ്മുടെ രക്തത്തിലുള്ള പഞ്ചസാരയെ കോശങ്ങൾക്കുള്ളിലേക്ക് കയറ്റിവിടാനുള്ള ഒരു താക്കോലാണ് ഇൻസുലിൻ. പക്ഷേ ഗർഭകാലത്ത് മറുപിള്ളയുണ്ടാക്കുന്ന ചില ഹോർമോണുകളുണ്ട്, ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ HPL പോലെയുള്ളവ. ഇവ വന്നിട്ട് നമ്മുടെ കോശങ്ങളിലെ പൂട്ടണ് മാറ്റിക്കളയും. അപ്പം പിന്നെ ഇൻസുലിൻ എന്ന താക്കോലിന് അത് തുറക്കാൻ പറ്റാതെയാവും. അപ്പോൾ ഈ ഇൻസുലിൻ പ്രതിരോധമെന്ന് പറയുന്നത് ഒരു പ്രശ്നമായിട്ട് കാണേണ്ടതേയില്ല. സത്യത്തിൽ ഇത് കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പഞ്ചസാര എപ്പോഴും ബ്ലഡിൽ കിട്ടാൻ വേണ്ടി ശരീരം തന്നെ ഒരുക്കുന്ന ഒരു സൂത്രപ്പണിയാണ്, ഒരു തരം ഡിഫൻസ് മെക്കാനിസം. അപ്പോൾ ഈ വടംവലി എന്താണെന്നിപ്പോ വ്യക്തമായില്ലേ? ഒരു സൈഡിൽ നിങ്ങളുടെ പാൻക്രിയാസ് നിങ്ങളുടെ ശരീരത്തിന് എനർജി കിട്ടാൻ വേണ്ടി പഞ്ചസാരയെ കോശങ്ങൾക്കുള്ളിലേക്ക് തള്ളിവിടാൻ നോക്കുന്നു. അതേസമയം മറുസൈഡിൽ മറുപിള്ള, വേണ്ട, ഈ പഞ്ചസാര ഇവിടെ രക്തത്തിൽ നിന്നാൽ മതി, ഇത് കുഞ്ഞിനുള്ളതാണ് എന്ന് പറഞ്ഞ് അതിനെ തടഞ്ഞു നിർത്തുന്നു. ഈ മറുപിള്ളയുണ്ടാക്കുന്ന ബ്ലോക്കിനെ മറികടക്കാൻ നമ്മുടെ ശരീരം എന്തു ചെയ്യും? പാവം പാൻക്രിയാസ് കൂടുതൽ കഷ്ടപ്പെടാൻ തുടങ്ങും. അതായത് സാധാരണയുണ്ടാക്കുന്നതിലും കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും, ഒരുതരം ഓവർ ടൈം ഡ്യൂട്ടി എടുക്കുന്നത് പോലെ. ഒന്നാലോചിച്ചു നോക്കൂ, ഗർഭത്തിന്റെ അവസാന ഘട്ടം എത്തുമ്പോഴേക്കും സാധാരണ വേണ്ടതിലും 2 ഇരട്ടി, ചിലപ്പോൾ 3 ഇരട്ടി വരെ ഇൻസുലിൻ ഉണ്ടാക്കേണ്ട ഒരു സമ്മർദ്ദമാണ് പാൻക്രിയാസിന് വരുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇതുകൊണ്ടാണ് ഡോക്ടർമാർ സാധാരണയായി ഗർഭത്തിന്റെ 24നും 28നും ആഴ്ചകൾക്കിടയിൽ ജസ്റ്റേഷണൽ ഡയബറ്റിസ് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. കാരണം ഈ സമയത്താണ് മറുപിള്ളയുടെ ഹോർമോൺ പ്രതിരോധം ഏറ്റവും പീക്കിലെത്തുന്നത്. എങ്കിലും പുതിയ നിർദ്ദേശങ്ങളനുസരിച്ച് ആദ്യത്തെ 3 മാസത്തിൽ തന്നെ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് പോയിന്റ്. മറുപിള്ളയുടെ ഈ ശക്തമായ പ്രതിരോധത്തെ മറികടക്കാൻ മാത്രം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ പാൻക്രിയാസിന് മുടിയാതെ വരുമ്പോൾ, അതായത് പാൻക്രിയാസ് ഈ വടംവലിയിൽ തോൽക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നു. ആ അവസ്ഥയാണ് നമ്മൾ ഗർഭകാല പ്രമേഹം എന്ന് വിളിക്കുന്നത്. ശരി, അമ്മയുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടിയാൽ അത് കുഞ്ഞിനെ എങ്ങനെയായിരിക്കും നേരിട്ട് ബാധിക്കുക? നമുക്കതൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മറുപിള്ള ഒരു വൺ വേ ഗ്ലാസ് പോലെയാണെന്ന്. അതായത് പഞ്ചസാരയെ അത് യാതൊരു തടസ്സവുമില്ലാതെ കുഞ്ഞിന്റെ അടുത്തേക്ക് കടത്തിവിടും. പക്ഷേ അമ്മയുടെ ഇൻസുലിൻ തന്മാത്രകൾ കുറച്ചുകൂടി വലുതായതുകൊണ്ട് അതിനെ ഗേറ്റ് കടത്തിവിടില്ല, ബ്ലോക്ക് ചെയ്യും. ഇതൊരു നല്ല ചോദ്യമാണ്, അല്ലേ? അമ്മയുടെ ഇൻസുലിൻ കുഞ്ഞിന്റെ അടുത്തേക്ക് എത്തുന്നില്ല. അപ്പം പിന്നെ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് എത്തുന്ന ഈ അധിക പഞ്ചസാരയെ ആര് കൈകാര്യം ചെയ്യും? ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. അമ്മയുടെ രക്തത്തിലെ ഷുഗർ കൂടുമ്പോൾ അതേ അളവിൽ കുഞ്ഞിന്റെ രക്തത്തിലെ ഷുഗറും കൂടും. അപ്പോൾ കുഞ്ഞിന്റെ കുഞ്ഞൻ പാൻക്രിയാസ് കഷ്ടപ്പെട്ട് ഓവർ ടൈം പണിയെടുത്ത് ഇൻസുലിൻ ഉണ്ടാക്കാൻ തുടങ്ങും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. കുഞ്ഞിന്റെ ശരീരത്തിൽ ഈ അധിക ഇൻസുലിൻ ഒരു വളർച്ചാ ഹോർമോണായിട്ടാണ് പ്രവർത്തിക്കുക. ഈ ഇൻസുലിൻ കാരണം അധികമുള്ള പഞ്ചസാര മുഴുവൻ കൊഴുപ്പായിട്ട് കുഞ്ഞിന്റെ ശരീരത്തിൽ അടിഞ്ഞുകൂടും. ഇതിന്റെ ഫലമായി കുഞ്ഞിന് അമിത വളർച്ചയുണ്ടാകും. ഇതിനെയാണ് മാക്രോസോമിയ എന്ന് പറയുന്നത്. ഇത് പ്രസവസമയത്ത് കുഞ്ഞിന്റെ തടിച്ച തോളുകൾ അമ്മയുടെ ഇടുപ്പിലിൽ കുടുങ്ങിപ്പോകുന്ന ഷോൾഡർ ഡിസ്റ്റോസിയ പോലുള്ള സങ്കീർണതകൾക്ക് കാരണമായേക്കാം. സാധാരണയായി ഒരു കുഞ്ഞിന് ജനിക്കുമ്പോൾ 4 കിലോയിൽ കൂടുതൽ ഭാരമുണ്ടെങ്കിൽ അതിനെ മാക്രോസോമിയ എന്ന ഗണത്തിൽ പെടുത്താറുണ്ട്. അപ്പോൾ ഈ ഒരു നമ്പർ ഓർത്തുവെക്കുന്നത് നല്ലതാണ്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാന പ്രശ്നം, രക്തത്തിലെ പഞ്ചസാര കൂടുമ്പോൾ കുഞ്ഞ് ഒരുപാട് മൂത്രമൊഴിക്കും. നമുക്കറിയാമല്ലോ,
ഗർഭപാത്രത്തിൽ കുഞ്ഞ് കിടക്കുന്ന അമ്നിയോട്ടിക് ദ്രാവകം എന്ന് പറയുന്നത് പ്രധാനമായും കുഞ്ഞിന്റെ മൂത്രമാണ്. ഇത് ഒരുപാട് കൂടുമ്പോൾ ഗർഭപാത്രത്തിൽ വെള്ളം കൂടുന്ന പോളിഹൈഡ്രാംനിയോസ് എന്ന അവസ്ഥയുണ്ടാകും. ഇത് വേറെയും പല പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം. അപ്പോ ഇതിന് പിന്നിലുള്ള ശാസ്ത്രം നമുക്കിപ്പോൾ വ്യക്തമായി അല്ലേ? ഇനി വേണ്ടത് കുറ്റബോധമല്ല, പകരം ശരിയായ അറിവും മുൻകരുതലുകളുമാണ്. അത് നിങ്ങളുടെ ഗർഭകാലത്തിന്റെ കൺട്രോൾ തിരികെ നിങ്ങളുടെ കയ്യിൽ തന്നെ തരും. ഗർഭപാത്രത്തിൽ വെള്ളം കൂടുന്നതിന്റെ ചില പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പെട്ടെന്ന് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നുക, കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വയറ് വല്ലാതെ വലുതാവുക, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത പോലെ വെള്ളം പോവുക. ഇങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകരുത്, ഉടൻ തന്നെ ഡോക്ടറെ കാണണം. അപ്പോൾ ഈയൊരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഗർഭകാല പ്രമേഹം നിങ്ങളുടെ കഴിവുകേടോ പരാജയമോ അല്ല. അത് നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന അതിശക്തമായ ഒരു ജൈവിക പ്രക്രിയയുടെ ഒരു പാർശ്വഫലമാണ്. അതുകൊണ്ട് കുറ്റബോധമെല്ലാം മാറ്റിവെച്ച് ശരിയായ അറിവോടെയും ശ്രദ്ധയോടെയും ഇതിനെ നേരിടുക.